ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോയാണ്. നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി മേടിച്ച കുറച്ച് കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ഈ ഒരു വീഡിയോ ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഇടണം എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ, പക്ഷേ പറ്റിയില്ല. കുഞ്ഞിപ്പെണ്ണിൻ്റെ ആ സ്കൂൾ കിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് ഒരു വീഡിയോ ഇടാമെന്നൊക്കെ ഓർത്ത കേട്ടോ ഇത്രയും താമസിച്ചത്. ഇത് ശനിയാഴ്ചത്തെ വീഡിയോയാ. രാവിലെ ഞാൻ വെണ്ടയ്ക്ക വറുത്തരച്ച് കറി വെക്കുവാണ്. തേങ്ങായും കറിവേപ്പിലയും ചെറിയുള്ളി, ഒരല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 10-12 മണി കുരുമുളക് മതി, ഒരു നുള്ള് ഉലുവായും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുവാണ്. മുഴുവനോടെയുള്ള ഉലുവ ഉണ്ടെങ്കിൽ തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ അത് ഇടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പൊടി ഇടുന്നതിനേക്കാളും നല്ലത് മുഴുവൻ ഉലുവ ചേർത്ത് വറുത്ത് കറിക്ക് അരയ്ക്കുമ്പോഴാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായ വെണ്ടയ്ക്ക കേട്ടോ കറി വെക്കുന്നത്. നമ്മുടെ നാടൻ വെണ്ടയ്ക്കൊക്കെ കണ്ടാൽ തന്നെ തിരിച്ചറിയാമല്ലോ പെട്ടെന്ന്. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല, ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ വെണ്ടയ്ക്കയൊക്കെ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവാള, ഒരു ചെറിയ സവാളയായിരുന്നു കേട്ടോ, വലുതാണെങ്കിൽ പകുതി മതി. അതും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് വേറെ പാത്രത്തിൽ തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മൺചട്ടിയിലാട്ടോ കറി വെക്കുന്നത്. നാടൻ കറികളൊക്കെ മൺചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് സവാളയും കറിവേപ്പിലയും വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി, വെണ്ടയ്ക്ക വേകുന്നിടം വരെയും വഴറ്റിയെടുക്കണം. തക്കാളി ഉപ്പും ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. ഇപ്പോൾ ചേർത്താൽ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് ഇങ്ങനെ കറിയിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് അത് രണ്ടും ഇപ്പോൾ ചേർക്കണ്ട. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചേട്ടായി തോരൻ വെക്കാനുള്ള ചീര പറിക്കാൻ വേണ്ടി പോയതാണ്. ആ കൂടെ കുറച്ച് വഴുതനങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വഴുതനങ്ങ അവിടെ മാറ്റി വെച്ചു, ചീര തോരനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വഴന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് തക്കാളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുവാണ്. തക്കാളി വെന്ത് ഉടയൊന്നും വേണ്ട, വെറുതെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. തേങ്ങ വറുത്ത് അരച്ചത് ചേർത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ചാറാവണ്ട. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചും ചേർക്കുന്നുണ്ട് കേട്ടോ. പുളി നിർബന്ധമില്ല, പുളി ചേർത്തും ചേർക്കാതെയും രണ്ട് രീതിയിലും ഈ കറി വെക്കാം. പിന്നെ ലാസ്റ്റ് കടുക് വറുത്ത് ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. സ്കൂൾ ബാഗ് കഴുകാൻ വേണ്ടി ഞാനൊരു ബക്കറ്റിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ കൈ തൊടുമ്പോൾ പൊള്ളത്തൊന്നുമില്ല, എന്നാൽ നല്ല ചൂടുണ്ട് താനും. അങ്ങനെയുള്ള രീതിയിലുള്ള ചൂടാട്ടോ. അതിനകത്തേക്ക് 1 രൂപയുടെ 2 കവറ് ഷാമ്പു പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുവാണേ. ബാഗ് ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ കുതിരാൻ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് കഴുകിയെടുത്തത് കേട്ടോ. നമ്മൾ സാധാരണ തുണിയൊക്കെ അലക്കാൻ നേരത്ത് എടുക്കുന്ന ബ്രഷൊക്കെ ഇല്ല, ബ്രഷും ഒക്കെ ഇട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഉരച്ച് ഒക്കെ കഴുകിയൊക്കെ എടുത്തു. അപ്പോൾ നന്നായിട്ട് വെളുത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാഗ് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നതിന് ഒരു ചെറിയ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ബാഗിൻ്റെ മുകൾ വശത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്തെങ്കിലും ഒരു വെയിറ്റ് ബാഗിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അന്നേരം നന്നായിട്ട് മുങ്ങിയിരിക്കും. നമ്മൾ ദേഹമൊക്കെ തേക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷ് വാങ്ങാറുണ്ടല്ലോ, അങ്ങനത്തെ ബ്രഷാണെങ്കിലും ബാഗൊക്കെ കഴുകാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാഗൊക്കെ കഴുകി ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വിരിച്ചിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അന്നേരം നമ്മുടെ അയൽപക്കത്തുള്ള ഉപ്പയും ഉമ്മയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓല ചെയ്യുന്നുണ്ട്, ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ടേ. അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അക്കു കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ ഇവിടെ സ്കൂബിയുടെ ബാഗ് ആട്ടോ മേടിക്കുന്നത്. ഇതുവരെയും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സിബിന് പോലും ഒരു കേട് ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ച ബാഗ് അക്കു LKGയിലും UKGയിലും ഒക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കൊണ്ടുപോയതാട്ടോ. ഇപ്പോൾ അവൾക്ക് ആ ബാഗ് പറ്റത്തില്ല. അവൾക്ക് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആ ബാഗ് ചെറിയ ബാഗല്ലേ, അതിനകത്ത് എല്ലാം കൂടെ കൊള്ളത്തില്ല. അതുകൊണ്ട് അവൾ വേറെ വലിയ ബാഗാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ഞാൻ കഴുകി വെച്ചിട്ടില്ല. കഴുകിയൊക്കെ വെക്കുവാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിന് കൊണ്ടുപോകാം. ഞാൻ ബാഗ് കഴുകി ടെറസിൻ്റെ മുകളിൽ ഉണങ്ങാൻ കൊണ്ട് ഇട്ടപ്പോഴാണ് കേട്ടോ നമ്മുടെ വൈഫൈയുടെ ആൾ വന്നത്. വൈഫൈയുടെ ആൾ വന്നു അതൊക്കെ ശരിയാക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. എന്നിട്ട് മോഡം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ സർവീസൊക്കെ കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയും നാൾ നമ്മുടെ വീഡിയോ ഒക്കെ താമസിച്ചായിരിക്കും കേട്ടോ. ഇവിടെ ഭയങ്കര നെറ്റ് സ്ലോ ആണ്. വീഡിയോ ഇട്ടാലൊന്നും 5-6 മണിക്കൂർ കൊണ്ടൊക്കെയാണ് വീഡിയോ ഒന്ന് അപ്ലോഡ് ആവുന്നത്. ഇത് ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരുക. വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് നടക്കാൻ പറ്റത്തില്ല, ആകെപ്പാടെ ക്ഷീണം. അന്നേരം അക്കു എടുത്തുകൊണ്ട് പോകും അവളെ.
ഞായറാഴ്ച സ്കൂൾ കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ സീഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയുടെ കാര്യം. അക്ഷയ വഴി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് സ്കൂൾ കിറ്റ് കിട്ടുന്നതാ കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ തിങ്കളാഴ്ച സ്കൂളിൽ പോകും. അപ്പോൾ അതിന് മുമ്പേ ഈ ബാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും നല്ല നല്ല കമ്പനിയുടെ സാധനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ബാഗ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ സാധനങ്ങളെല്ലാം എല്ലാ കുട്ടികൾക്കും കളറ് വ്യത്യാസമുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരേ കമ്പനിയും ഒരേ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാം നല്ല നല്ല സാധനങ്ങൾ തന്നെയായിരുന്നു. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ 1300 രൂപയാണ് അടച്ചത്. അതിന് നല്ല ലാഭമാണ് കേട്ടോ. അക്കുന് ബാഗും കുടയും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനായിരുന്നു നമ്മൾ ഇപ്രാവശ്യം രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇച്ചിരി വലിപ്പം കൂടുതലാണ്. കുഞ്ഞിപ്പെണ്ണിന് പാകമായിട്ടുള്ളതല്ല കേട്ടോ. അതുമാത്രമാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. എല്ലാ സാധനവും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എന്നാലും ഇച്ചിരി വലിപ്പം കൂടുതലാണ് കുഞ്ഞിപ്പെണ്ണിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് ഇങ്ങനെ സ്കൂൾ കിറ്റ് കൊടുക്കുന്നത്. അതിനകത്ത് കുഞ്ഞു പിള്ളേർക്ക് പോപ്പിക്കുടയും കുഞ്ഞ് ബാഗ്, കുഞ്ഞ് വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാ പിള്ളേർക്കും ഒരേപോലത്തെ സാധനങ്ങളായിരുന്നു കേട്ടോ കൊടുത്തത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങുള്ളൂ. ഇപ്പോൾ വെറുതെ പാട്ടും കഥയും ഒക്കെ ആയിട്ട് ടീച്ചറെയും കുട്ടികളെയൊക്കെ പരിചയപ്പെടലും സ്കൂളും ഒക്കെ ആയിട്ട് അവരൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള സമയം കേട്ടോ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങുള്ളൂ. അന്നേരത്തേക്ക് മതി ബാഗ്. അക്ഷയയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കൊച്ച് ഏത് ക്ലാസ്സിലാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ വിചാരിച്ചത് LKG കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ സാധനങ്ങളും വലിയ മക്കൾക്ക് വലിയ വലിയ ബാഗും സാധനങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചത്. ഇത് ഇങ്ങനെ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് നമുക്ക് അത്ര പറ്റത്തില്ല. വലിയ പിള്ളേർക്ക് ഒരു കുഴപ്പമില്ല. നല്ല സൂപ്പർ സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് കുടയുടെ ഒന്നും ആവശ്യമില്ല. കുടയൊക്കെ കൊടുത്തു വിട്ടാൽ പിള്ളേരൊക്കെ പൊട്ടിച്ച് കളയുകയും പിന്നെ ചിലപ്പോൾ കാണാതെ പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അതൊന്നും കൊടുത്തു വിടണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ടോയ്ലറ്റൊക്കെ അവരുടെ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ പോയിട്ട് അവൾ സ്കൂൾ ബസ്സിനാണ് കേട്ടോ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കുടയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. കുഞ്ഞിപ്പെണ്ണിന് ഏതായാലും പുതിയ ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ മേടിച്ചു. ഇനിയിപ്പോൾ അക്കുവിൻ്റെ പഴയ ബാഗും ഇപ്പോൾ പുതിയത് മേടിച്ചതൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഒരു 2-3 കൊല്ലത്തേക്ക് വേറെ ബാഗും കാര്യങ്ങളൊന്നും മേടിക്കണ്ട. അത് കഴിയുമ്പോൾ വലിയ ബാഗ് വേണമല്ലോ. ഈ ചെറിയ ബാഗിൽ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അന്നേരം മേടിക്കാമെന്ന് ഓർത്തു. ഇനിയിപ്പോൾ ഈ പുതിയ ബാഗ് അക്കുവിന് അടുത്ത വർഷം മുതൽ കൊടുത്തു വിടാമെന്ന് വിചാരിക്കും കേട്ടോ. അക്കുവിന് അടുത്ത വർഷം ബാഗ് മേടിക്കണം എന്നൊക്കെ ഓർത്തായിരുന്നത്. ഇനിയിപ്പോൾ അവക്കും ഈ പറഞ്ഞ പോലെ ഇനി 2-3 കൊല്ലത്തേക്ക് ഒന്നും വാങ്ങണ്ട. കുഞ്ഞിപ്പെണ്ണിന് വാട്ടർ ബോട്ടിൽ സിപ്പ് ചെയ്ത് കുടിക്കുന്ന രീതിയിലുള്ളതാണ് കേട്ടോ വാങ്ങിയത്. കുഞ്ഞു കൊച്ചായതുകൊണ്ടേ അല്ലെങ്കിൽ അടപ്പൊക്കെ തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദേഹത്തൊക്കെ വെള്ളം വീണ് ഉടുപ്പൊക്കെ നനയുകയൊക്കെ ചെയ്യുമല്ലോ. അതുകൊണ്ട് അവൾക്ക് കുടിക്കാൻ സൗകര്യമായിട്ടുള്ളൊരു വാട്ടർ ബോട്ടിൽ തന്നെ കേട്ടോ മേടിച്ചേ. നമ്മുടെ കയ്യിൽ കുഴപ്പമൊന്നുമില്ലാതെ ഉള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഉപയോഗിക്കാൻ നോക്കിക്കൊണ്ടാണ് കേട്ടോ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയത്. കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ച ബുക്കുകളൊക്കെ 2-3 പേജ് എഴുതിയതും എഴുതാത്തതും ഒക്കെ ആയിട്ടുണ്ടാവില്ല. അതൊക്കെ മുറിച്ച് കളഞ്ഞും അല്ലെങ്കിൽ അത് ചേർത്ത് പൊതിഞ്ഞും ഒക്കെ ആയിട്ട് റഫൂക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലഞ്ച് ബാഗ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് അതൊന്നും മേടിച്ചിട്ടില്ല. അക്കുവിന് സ്കൂൾ തുറക്കുന്ന ദിവസം NCCയുടെ യൂണിഫോം ഒക്കെ ഇട്ടാണ് പോകേണ്ടത്. അപ്പോൾ അവൾ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയൊക്കെ വെക്കുന്നുണ്ട്. ഈ കുഞ്ഞ് ഷൂ അക്കു LKGയിലും UKGയിലും ഒക്കെ പഠിച്ചപ്പം 2 കൊല്ലം ഉപയോഗിച്ച ഷൂ കേട്ടോ. അതിപ്പോൾ സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിന് ഉപയോഗിക്കാൻ പറ്റി. ഒരു കുഴപ്പമില്ല. നന്നായിട്ട് പോളിഷൊക്കെ ചെയ്ത് അക്കു വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ 2 കുട്ടികളൊക്കെയാണ് ഉള്ളതെങ്കിൽ ഇതുപോലെ 2 കളറ് ബുക്കിനൊക്കെ പൊതിയുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ കർച്ചീഫ്, ടവൽ അതൊക്കെ നമ്മുടെ കയ്യിൽ നല്ല കോട്ടൻ്റെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ 4 മൂലയും അടിച്ചിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കർച്ചീഫൊക്കെ ഏതെങ്കിലും കാരണത്താൽ അഴുക്കായിട്ട് നമുക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തന്നു വിടാൻ പറ്റാത്തൊരു രീതിയിലായിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് കളയത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വില കൂടിയതൊക്കെ മേടിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് സ്കൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെയും ചെയ്തത്. നമുക്ക് വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ തയ്ക്കാൻ എളുപ്പമല്ലേ. ഇതിന് തയ്യലൊന്നും അറിയണം എന്നൊന്നും ഇല്ലല്ലോ. പിന്നെ യൂണിഫോമൊക്കെ പഴയതൊക്കെ കുഴപ്പമില്ലാതെ ഇരുന്നതൊക്കെ അരവണ്ണം കൂട്ടുകയും ഇറക്കം കൂട്ടുകയൊക്കെ ചെയ്തിട്ട് ഒക്കെ റെഡിയാക്കി അക്കുവിന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണിന് യൂണിഫോം ഒന്നും ആയിട്ടില്ല കേട്ടോ. കുറച്ച് താമസം പിടിക്കും. ഇതൊരു വെള്ളത്തോർത്താണ്. അത്യാവശ്യം വലിപ്പമുള്ള വെള്ളത്തോർത്തായിരുന്നേ. അത് 2ആയിട്ട് മുറിച്ചിട്ട് 4 സൈഡും അടിച്ച് എടുക്കുക. ടവലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ അക്കുവിന് ഷൂ ഒക്കെ ഇങ്ങനെ അടുപ്പിച്ച് ഇടുമ്പോൾ കാല് പൊട്ടുകയും മുറിയുകയും ഒക്കെ ചെയ്യുവേ. അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ചെരുപ്പ് മാറ്റിയിടാൻ വേണ്ടിയിട്ട് അവൾക്ക് സ്ലിപ്പറി അല്ലാത്ത ഒരു ജോഡി ചെരുപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാമല്ലോ. അന്നേരം കാലിന് പ്രശ്നമൊന്നും വരത്തുമില്ല.
സ്കൂളിലെ നിയമം അനുസരിച്ച് സ്ഥിരമായിട്ട് ഷൂ ഇടണം എന്നാട്ടോ. പിന്നെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായിട്ട് ഷൂ ഇടുമ്പോൾ ഇങ്ങനെ കാല് പൊട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചെരുപ്പ് ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ലഞ്ച് ബോക്സ് വാങ്ങിയപ്പോൾ ശ്രദ്ധിച്ചത് അക്കൂനായാലും കുഞ്ഞിപ്പെണ്ണിനായാലും എളുപ്പം തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള, വലിയ പിള്ളേരാണെങ്കിലും ചെറിയ പിള്ളേരാണെങ്കിലുമേ അവർക്ക് എളുപ്പം തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോക്സ് വാങ്ങുന്ന കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖദീജ, ഉമ്മയാണ്. ഉമ്മ സ്ഥിരമായിട്ട് വീഡിയോ കാണാറുണ്ടെന്നും വീഡിയോ ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയുടെ മോളാന്ന് തോന്നുന്നു കമൻറ്റ് എഴുതിയത്. അപ്പോൾ ഖദീജ ഉമ്മയ്ക്ക് വലിയൊരു ഹായ്. പിന്നെ അനവദ്യ ദിലീപ് ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ്. ഇത് 2-3 ദിവസം മുന്നേ പറഞ്ഞു കേട്ടോ, ഞാൻ ഇച്ചിരി താമസിച്ചു പോയി ഹായ് പറയാൻ വേണ്ടിയിട്ട്. നല്ല കമൻറ്റിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.